ഓപ്പോ റെനോ 14 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോണെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 14 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ റെനോ 14 6.59 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇതിൽ OLED പാനലായിരിക്കും വരിക. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരും, പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ മെർമെയ്ഡ് വൈറ്റ്, അതുപോലെ തന്നെ റീഫ് ബ്ലാക്ക്, പിന്നെ സമ്മർ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8350 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ കാര്യം വെച്ച് നോക്കുമ്പോൾ 25,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ഇത്. അതുപോലെ തന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വലിയ തിരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാനും പറ്റിയിട്ടുള്ള പ്രോസസ്സറായിരിക്കും. പിന്നെ ഓപ്പോയുടെ റെനോ സീരീസിൽ വരുന്ന ഫോണാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിങ്ങിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. ചിലപ്പം വില അതിലും കൂടുതലാവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12GB റാമും 256GB ഇൻറ്റേർണലും വന്നേക്കാം. 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും, അതുപോലെ തന്നെ 16GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16GB റാമും 1TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള കളർവൈസ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ OISൻ്റെ സപ്പോർട്ട് വരും. പിന്നെ 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 50 MP ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. പിന്നെ പൊതുവേ ഓപ്പോയുടെ റെനോ സീരീസിൽ വരുന്ന ഫോണുകളിൽ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു ഫോണിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരും, അത് നല്ലൊരു കാര്യമാണ്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ May 15 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ഇന്ത്യയിലോട്ട് ഈ ഫോൺ വരുമോ എന്ന് വെച്ചാൽ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കാരണം ഓപ്പോയുടെ റെനോ സീരീസിൽ വരുന്ന ഫോണുകൾ ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ സക്സസറായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നേക്കാം. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35,000 to 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പൊതുവേ ഓപ്പോയുടെ റെനോ സീരീസിൽ വരുന്ന ഫോണുകളിൽ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണാറില്ല. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ കുറച്ചും കൂടി നല്ലൊരു പ്രൈസിങ്ങിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഓപ്പോയുടെ റെനോ 14 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.